ഹേ ഗായ്സ്, വെൽക്കം ടു അക്ഷയ് ബ്രോ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ വന്ന ഗെയിമിൻ്റെ പേരാണ് റോപ്പ് ഹീറോ വൈസ്റ്റാവ്. സോ ലെറ്റ് സ്റ്റാർട്ട് ഗെയിമിങ്. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. സോ ലെറ്റ് സ്റ്റാർട്ട് അഗെയിൻ. ഓക്കെ, മാക്സ് 6ൻ്റെ ലോഡിങ് വന്നിട്ടുണ്ട്. കുറേ ടൈം എടുക്കുമല്ലോ. അതാ മാറിയിട്ടുണ്ട്. മാറാനായി. വന്നു. കയറ് വാസ് ഡാൻസ് കളിക്കുന്നുണ്ട്. കുട്ടിച്ചെറുക്കൻ കയറ് വാസം മഹാവിരുദ്ധനാണ്. അതുകൊണ്ട് വരാത്ത ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലരും കയറുവാസം എന്നൊക്കെ വിളിച്ച് കളിയാക്കെങ്കിലും ഞാനും കളിയാക്കും. ഈ ഗെയിം റിയലിസ്റ്റിക്കാണ്. നമുക്ക് ATM കൊള്ളയടിക്കാം, നടന്നു വന്ന ആൾക്കാരെ വെടിവെക്കാം, ബിൽഡിങ്ങിൻ്റെ മേലത്തേക്ക് സ്പൈഡർമാനെ പോലെ വല വിരിച്ച് കയറാം. ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷേ സ്പൈഡർമാനെ പോലെ എങ്ങോട്ട് വേണമെങ്കിലും വെടിവെക്കാനൊന്നുമില്ല. ഒരു മാക്സിമം 500 മീറ്ററാണെന്ന് തോന്നുന്നു. പിന്നെ വലിയൊരു മാപ്പ്, GTA 5 ലോസ് ആൻഡസ് സിറ്റി പോലെ വലിയൊരു മാപ്പാണ് ഇതിലുള്ളത്. ആൻഡ് പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ മാറ്റാം, ഗ്യാങ്സ്റ്റേഴ്സിനോട് ഫൈറ്റ് ചെയ്യാം, നമുക്ക് ഓട്ടോ കഴിക്കാം, റോളർ കോസ്റ്റർ, അങ്ങനെയുള്ള ഒരു റിയൽ എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഏകദേശം ഹെഡ്സ് ഇതിൽ നമുക്ക് നെറ്റ് ഓഫ് ആക്കിയിട്ട് കളിക്കാം. അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ്, ഇതൊരു നല്ല ഗെയിമാണ്. സോ ഞാനിത് ഈ ബിൽഡിങ്ങിൻ്റെ മേലത്തേക്ക് കയറുന്നൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കയറുവാസ് പൊളിയാണ്. കയറുവാസിൻ്റെ എനർജി തീർന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ കയറുവാസ് പോയാനെ. ഐ തിങ്ക് ദാറ്റ് നമ്മളിപ്പോൾ കയറുന്നത് ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബിൽഡിങ്ങിൻ്റെ മേലെയെന്നാണ്. ഇത് മറ്റേ സിനിമേൻ്റെ ബിൽഡിങ്. ഇതാണ്. ഇത് ഈ കയറുവാസിന് മുമ്പേ ഈ ഒരു മാസ്ക് കിട്ടില്ല. ഇത് നമ്മൾ കുറച്ച് കളിച്ച് ഇങ്ങനെ പണമൊക്കെ ആക്കിയിട്ട് നമ്മൾ ഈ മാസ്ക് മേടിക്കണം. ഏകദേശം അധിക ഗെയിമിലും ഉണ്ടാവുമല്ലോ, മണി ഉപയോഗിച്ച് വാങ്ങുന്ന. ഗെയിമിലുള്ള മണിയാണ്, അല്ലാതെ പുറത്തുള്ള റിയൽ മണിയല്ല. കയറുവാസ് ചാടി ഭയങ്കര റിയലിസ്റ്റിക്കാ. കണ്ടോ, കയറുവാസു 5000 അടിയുടെ മുകളിൽ നിന്ന് ചാടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ രക്ഷപ്പെട്ടത്. ഇത് കണ്ട, ഞാനൊരു വാട്ടർ പമ്പ് അടിച്ചിട്ട് വെള്ളമൊക്കെ വരുന്ന അത്രയ്ക്ക് റിയലിസ്റ്റിക്കാണ്. ജസ്റ്റ് ഞാൻ ഒരു പമ്പ് അടിച്ചിട്ടതേ ഉള്ളൂ കേട്ടോ. എൻ്റെ അമ്മേ, ഇതാരാണ്? ഡോക്ടർ സ്ട്രേഞ്ച് അല്ല കേട്ടോ, ടോണി സ്റ്റാർക്ക്. മാറിപ്പോയി. അല്ല, എനിക്കിപ്പോൾ എന്താ സംഭവിച്ചേ? നമുക്ക് ഈ ചങ്ങായിനൊന്ന് കൊന്നിട്ട് പോയാലോ? എന്താ കൈമുട്ടി കളിക്കണം? നിനക്ക് എന്താണ്? അതാണ് ഞാൻ സംസാരിച്ചേ. ജസ്റ്റ് കിഡി. പണ്ട് പ്രേമലൂല നിവിൻ പോളി പ്രേമലൂലില്ലല്ലോ. പറഞ്ഞല്ലോ, ശരിയാണ്, നിവിൻ പോളി പ്രേമലൂലില്ല. അല്ല, ഇതിപ്പോൾ എന്താ ഉണ്ടായേ? അവൻ പോയോ? അങ്ങോട്ട് വല്ലിട്ട് പോകാം. മാപ്പിൽ ATM ഇവിടെ എങ്ങനെ ഒരു കാസിനോ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. മറ്റേ പൈസയൊക്കെ കിട്ടുന്ന, അത് റെഡിക്കാന്നാന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ എന്തോ സാധനം ഉണ്ടായിരുന്നു. അത് ലൊക്കേഷൻ. ഞാൻ ശ്രദ്ധിച്ചില്ല, പിന്നെ വോയിസ് കൊടുത്തേ. ഓക്കെ മാൻ, സംതിങ് സ്പെഷ്യലായിട്ട് ഏതോ ഒരു ലൊക്കേഷൻ. അതെന്താ RIP ഏരിയോ? ഇത് മറ്റേ ഗണ്ണിൻ്റെ ഏരിയയാണ്. ATM മാറ്റി 2 സ്ഥലത്ത് ലൊക്കേഷൻ ഇടാൻ പറ്റില്ലല്ലേ? ഇത് ആഡ്സാണ്. എന്താ വലേൻ്റെ ഏരിയ? ഇതെന്താണ്, പോലീസ് സ്റ്റേഷനിലെ ഏരിയ എന്ന് തോന്നുന്നു. റെഡ് കളർ കാണിച്ചത്. ഇത് കണ്ടോ ഗൈസ്, GTA 5 ലോസ് ആൻഡസ് സിറ്റി പോലെ തന്നെ അത്യാവശ്യം വലിയൊരു സിറ്റിയാണിത്. ഈ സിറ്റിയുടെ പേരറിയില്ല, ഈ പ്ലെയറെ പേരെടുക്കില്ല. പക്ഷെങ്കിൽ ഈ പ്ലെയർക്ക് ഇവന് ബ്രദേഴ്സ് ഉണ്ട്. നമ്മുടെ GTA 5 ഫ്രാങ്ക്ലിന്, ട്രെവറും മൈക്കിളും ഒക്കെ ബ്രദേഴ്സ് ആയിരുന്ന പോലെ ഇവനെന്തോ ടിപ്സൺ അങ്ങനെ എന്തോ ഒരു ബ്രദറുണ്ട്. പക്ഷെ ഇവൻ്റെ പേരെനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഞാൻ ഒരു പ്ലെയറായി കളിക്കുന്നില്ല, അവൻ്റെ പേര് എനിക്കറിയില്ല. അവൻ്റെ ബ്രദറാന്ന് തോന്നുന്നു ടിപ്സൺ.
അത് ഇടയ്ക്കിടയ്ക്ക് കോള് വരും, അറ്റൻഡ് ചെയ്യണം. ഞാനപ്പോൾ ഡിസ്പ്ലേന്ന് ചെയ്യാറാണ് പതിവ്, അതായത് കട്ട് ചെയ്ത് കളയാനാണ് പതിവ്. സോ ഞാൻ ഏതായാലും ഈ RIP ഏരിയയിലേക്ക് അതിൻ്റെ അടുത്തെങ്ങാനും ലൊക്കേഷൻ ഇട്ടാലോ. RIP ഏരിയ ആണോ? RIPൻ്റെ ചിഹ്നം കാണിക്കുന്നത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. അയ്യോ, ലൊക്കേഷൻ കയർവാസുവിൻ്റെ ഓരോ കയറത്തരങ്ങളെ. ഇതെന്ത് ഇവനിങ്ങനെ ഓടുന്നേ? ഇതെന്താ സംഭവം? അയ്യോ, ഇവൻ എന്നെക്കാട്ടും വലിയ ഗണ്ണറാണല്ലോ, ഗണ്ണർ. ഇവിടെ അധികം നേരം നിൽക്കണ്ട. അയ്യോ, എൻ്റെ ഡോക്ടർക്ക് വേറെ ഒരു പണിയില്ലേ. എനിക്ക് നെറ്റ് ഓൺ ആക്കിയിട്ട് കളിക്കാൻ ഭ്രാന്താണ് ഇയാളുടെ വിചാരം. അത് വിട്. നമ്മളിപ്പോൾ ഏകദേശം ലൊക്കേഷൻ പാർക്കിലാണ് ലൊക്കേഷൻ. ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ പറഞ്ഞില്ല ഇതിനകത്ത് റോളർ കോസ്റ്ററിലൊക്കെ കയറാൻ പറ്റുന്ന ആ പാർക്കാണ് കേട്ടോ അത്. ഞാനിപ്പോൾ നീന്തി പോകണമെന്നാണ് തോന്നുന്നത്. അല്ല, അതുവഴി പോകാൻ വഴിയുണ്ടോ? ശരിക്കറിയില്ല, വെറുതെ വേണ്ട, ഞാൻ നീന്തി പോകുന്നില്ല. അതിലും നല്ലൊരു വഴിയല്ലേ ആ പാലത്തിൽ കൂട്ടിയുള്ളത്. ഞാനിതെല്ലാം അതുവഴി പോകാം. ഇത് ഒരിടക്കും കടലാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയാൽ ഞാൻ കുറച്ച് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കയർവാസുവിന് എനർജി ഇല്ല. നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കയർവാസുവിനെ. ഇവൻ്റെ ബോഡി എന്താ ഇങ്ങനെ? ഇവനല്ലേ ഫ്ലാഷിൻ്റെ 2.0 വേർഷൻ. ഓക്കെ ഗൈസ്, കയർവാസുവിൻ്റെ കയറത്തരങ്ങൾ തുടരുന്നു. നമ്മളേതായാലും സോംബി ഏരിയയിലേക്ക്. എന്താ സോംബി? ഇതെന്താ RIP എന്ന് പറഞ്ഞിട്ട് എന്തോ സാധനം കാണിക്കുന്നത്? ഞാൻ കരുതി സെമിത്തേരി ഒന്ന്. സംഭവം സോംബി. ഇതാണ് RIP ഏരിയ. ഇതെന്താ ഭൂത്? എടാ പോലീസുകാരനൊക്കെ ഇങ്ങോട്ട് ഓടുന്നു, ഇയാളിന്ന് അങ്ങോട്ടാണ്. ഇതിനെ വെടിവെക്കാൻ പറ്റുമോ? ഡാൻസിങ് കണ്ട്. അയ്യോ, ഈ ഡാൻസിങ് കണ്ണിന് പ്രത്യേകം തന്നെ ഇത് സോംബി ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് കളിക്കും. ഏതായാലും ഈ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. ഡാൻസ് കളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഏതായാലും റോളർ കോസ്റ്ററിൽ പോട്ടെ. ഇത് റിയലിസ്റ്റിക്കാന്ന് ഞാൻ കാണിച്ചു തരാം. റോളർ കോസ്റ്റർ റൈഡ് ഗെറ്റ്. എന്താ ഇത്? ഇതിൽ പോവാ? ചാടാൻ പറ്റുമോ? ഇല്ലേ, റിയലിസ്റ്റിക് തന്നെയാണ് ഇത്. എങ്ങനെ വെച്ചാൽ ഞാൻ സോംബിയെ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ കോസ്റ്റ് സോൺ ഞാൻ ഫെയിലായിപ്പോയി. റോളർ കോസ്റ്റർ റൈഡ് സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞില്ലേ റിയലിസ്റ്റിക്. പക്ഷേ നമുക്ക് റോളർ കോസ്റ്ററിൽ നിന്നുകൊണ്ട് അനക്കാൻ പറ്റില്ല. എന്താ അനങ്ങാത്ത? എന്താ സംഭവം? ചെറിയ സ്പീഡാണല്ലോ ഉള്ളൂ. സൂര്യനെ കണ്ണടിക്കുന്നു. സൂര്യൻ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട്. ഇതെന്താ ഭൂമി പരന്നതാണോ? ഐ തിങ്ക് ഗൈസ് ഇവിടുത്തെ ഭൂമി പരന്നതെന്നാണ്. അതുകൊണ്ട് ദൂരോട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കടലിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുക? നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇവിടുന്ന് കടലിലേക്ക് പോയാൽ നമ്മൾ വേറെ സിറ്റിയിലെത്തുമോ? ഇത്രയേ ഉള്ളൂ റോളർ കോസ്റ്റർ റൈഡ്. ഓക്കെ, നൈസ്. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെ നടക്കുന്നേ? ചേച്ചി നിൽക്കേച്ചി. എന്താ ചേച്ചി റോളർ കോസ്റ്ററിൽ കയറാൻ? ഈ ഡോക്ടർ സ്ട്രേഞ്ചിന് എന്താണ് വേണ്ടത്? ഇതെന്താണ്? ചേച്ചി അവിടെ കിടന്ന് ഡാൻസ് കളിച്ചോട്ടോ. എന്നാൽ ചേച്ചിയും ഡാൻസ് കളിച്ചോ. ചേച്ചി എന്താ ചേച്ചി ബ്രേക്ക് ഡാൻസ് കളിക്കണ? ഉരുണ്ട് കളിക്കണ? എന്നാൽ ഒരു കാര്യം, ചേച്ചി തൽക്കാലം എൻ്റെ പിസ്റ്റളെടുത്ത്. അയ്യോ, ഞാനൊന്നും ആരെയും വെടിവെച്ചില്ല. ഉണ്ടില്ലേ? എന്നാ പൊക്കോ പോലീസ്. പോലീസ് ചത്ത്. ഏരിയ ഫുള്ള് പോലീസാണ് മാപ്പിൽ. ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ. ഓടിക്കോന്നാതാ. ഇതെന്താ ഭൂത റോളർ കോസ്റ്ററാ? കിടന്ന് കറങ്ങണ്. ഞാൻ പറഞ്ഞില്ലേ കടലിൽ കൂട്ടം നീന്താൻ പറ്റുമെന്ന്. കടലിൽ കുറേ നേരം നമ്മുടെ ഹാർട്ട് റേറ്റും കുറയും.
അവിടെ നിന്ന് ആരോ ഓടിക്കളിക്കുന്ന പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചത്. കാഞ്ഞയിൽ കുഞ്ഞിരാമൻ പണിത് തീർത്ത ശില്പമാണെന്ന് തോന്നുന്നു. അവിടെ കിടന്ന് ഓടിക്കളിക്കണേ. ഇതെന്താ, പോലീസുകാർ വരുന്നുണ്ടോ? പിന്നെന്താ ഇതെന്താ സംഭവം? ഞാൻ ഓടിയിട്ടെന്താ ഓടാത്തെ? ഓടിയിട്ടെന്താ ഓടാത്തെ? ഓ, കയറ് വാസുവിൻ്റെ ക്ഷീണിച്ചു. സോറി, ക്ഷീണം അങ്ങനെ എന്തെങ്കിലും പറയുക. ഇവിടെ മൗണ്ട് ചില്ലാടും ചില്ലാനും ഒന്നുമില്ല. GTA5 പറയുന്ന പോലെ മലയൊന്നും ഇല്ല എന്നാണ് ഗൈസ് തോന്നണത്. മല ഉണ്ടാവാണ്ടിരുന്നാൽ പോരെ. ഓക്കെ, കുറേ ടൈമായി. ചാടിക്കളിക്കുന്നവനാണു ഞാനാണ് കയറുവാസു. കയറുവാസുവിൻ്റെ ഒരവസ്ഥ. കയറുവാസു. ഓ, പ്രതിമയുടെ അടുത്ത് ഞാൻ എത്തിയിട്ട് ഗൈസ്. ഇതാണ് പ്രതിമ. ഇതെന്താണ്? ഞാൻ ഇന്നേരം ഇങ്ങോട്ട്, ഇതെന്താ അണ്ടർഗ്രൗണ്ട്? ഓ ഗൈസ്, ഇത് അണ്ടർഗ്രൗണ്ടുള്ള സ്ഥലമാണ്. ചേച്ചി ഒന്ന് അങ്ങോട്ട് മാറിയുന്നത്. ചേച്ചി വുമൻസ് ലൈസൻസ് ഇവിടെ ഇല്ല. ഈ സിറ്റിയിലെ RTO ഞാനാണ്. ചേച്ചി ഇപ്പോൾ തൽക്കാലം ലൈസൻസ് ഇല്ല. ആ ചേച്ചിയുടെ ലൈസൻസ് ഞാൻ റദ്ദാക്കിയിട്ട് അതെൻ്റെ പേരിൽ. അയ്യോ ചേച്ചി, തൽക്കാലം ബൈക്ക് എനിക്ക് വേണ്ട. അതിന് പകരം ഈ കാറിലെ ചേട്ടൻ്റെ ലൈസൻസ് ഞാനങ്ങ് റദ്ദാക്കി. ആരിക്കണം അങ്ങോട്ട്. ഓടണ്ട. ഇതെന്താണ് മ്യൂസിക്കിൻ്റെ? വേണ്ട, വായിക്കണ്ട. അയ്യോ ശേ, ചേച്ചി ഈ നാടിൻ്റെ മുതലാളിയൊന്നുമല്ല ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ. എടോ, ഈ ഡോക്ടർ സ്ട്രേഞ്ചിനോട് ഞാൻ 10-14 പ്രാവശ്യം ചേച്ചി സോറി ചേച്ചി, ചേച്ചിയെ കൊന്ന് ഞാനല്ലല്ലോ ചേച്ചി. ചുമ്മാ കാറിൻ്റെ ഇടയിൽ കയറി വന്നാൽ പിന്നെ ചത്തു പോകില്ലേ ചേച്ചി? എനിക്കെന്താ കുത്തന പണിയിലാണോ നിങ്ങളുടെ വിചാരം? സോറി ചേച്ചി. ചേച്ചിമാർക്ക് എന്താണ് വേണ്ടത്? ഈ വണ്ടി എന്താ തിരിയാത്ത ഫെറാറിയോ? ലോകത്തിലെ ആദ്യത്തെ തിരിയാത്ത ഫെറാറിയാണിത്. ഫെറാറി. ഓക്കെ, നമ്മൾ പോവുകയാണ് നാട്ടുകാരെ, നാട്ടിലേക്ക്. അതും നമ്മൾ ഇന്നേ വരെ കാണാത്ത അണ്ടർഗ്രൗണ്ട് വഴികളിലേക്ക്. ഇതെന്താ, റെയിൽവേ സ്റ്റേഷനോ? ഈ ചേച്ചിമാർ എല്ലാവരും കൂടി ഇല്ലുകൂട്ടം ഇങ്ങനെ നടന്ന് കളിക്കും. വേറെ പണി. ഇതെന്താ ഇവിടെ പൂട്ടി വെച്ചേക്കണത്? RTO പറയാതെ RTOനെ അറിയിക്കാണ്ടാണ് ഇങ്ങനെ പൂട്ടി വെച്ചിരിക്കുന്നത്. ആരെ നിൽക്കണേ അങ്ങോട്ട്? ഇതെന്താണ് സംഭവം? എന്താണ് സൈക്കിൾ പാത്തോ? ഓ, സൈക്കിൾ ഓടിക്കാൻ നിങ്ങൾ അങ്ങനെ വേറെ വഴിയൊന്നും ഉണ്ടാക്കി വെക്കണ്ട. തൽക്കാലത്തേക്ക് 2-3 മണിക്കൂറത്തേക്ക് ഞാനാണ് ഈ നാട്ടിലെ RTO. വെടിക്കുള്ള RTO കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇതാ പൈസ കൊണ്ട് പോണേ. അയ്യോ, ഞാനവനെ തൊട്ടുപോലും ഇല്ല. എന്നിട്ട് അയ്യോ ഇതെങ്ങോട്ടാണ് ഈ പോണത്? ഈ വണ്ടി ഓടിക്കാൻ പോലും പറ്റുന്നില്ല. ഇതെന്താ റെസ്റ്റോറൻറ്റോ? ഇതാണോ കാസിനോ? ഇതിലോട്ട് ഞാനിപ്പോൾ ചതി. ഓ, ഇത് മറ്റേ ഓടുന്ന അലക്സാണ്ടറിൻ്റെ പ്രതിമയാണ്. അല്ല, കടലിലും കൊണ്ടുപോയി ചത്താൽ മതിയായിരുന്നു. എന്താ ഓടാത്തൊരു വണ്ടി കൊണ്ട്? ഫുള്ള് മരമുണ്ടല്ലോ. ഇതെന്താണ്? ഇങ്ങനത്തെക്കാരൊന്നും ഈ സിറ്റിയിലില്ലേ? എന്താ, നമ്മൾ പണിക്കിറങ്ങണോ? ഇതെന്താണ്? ഓ സോറി ഗൈസ്, വീണ്ടും മൊബൈൽ ഓഫായിപ്പോയി. വന്നു. ഈ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു കാര്യം, അയാളൊരു വളിഞ്ഞ ചിരിയും. സോറി. അയ്യോ ഞാനിപ്പോൾ ചാവാൻ പോവുകയാണ്. ഇല്ല, ഞാനങ്ങനെ ചാവില്ല. ഇപ്പം ചത്തേനെ. രാത്രിയായി. ഒന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമല്ല. നമ്മളുടെ കാറ് മണലിൻ്റെ മണ്ണാന്തരങ്ങളിൽ അങ്ങ് അറേബ്യൻ സീയിൽ എത്തിപ്പോകേണ്ടതായിരുന്നു. പക്ഷേ പുരാവസ്തു അടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒന്ന് നടക്ക്.
എൻ്റെ പൊന്നെ വാസുച്ചേട്ടാ ഒന്ന് ഓ നമുക്ക് ഈ പ്രതിമയുടെ മേലേക്ക് വല വിരിച്ച് പോവാം. പിന്നെ ഇതിനായി സ്പൈഡർമാൻ കയറ് വാസോന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ അലക്സാണ്ടറുടെ ചന്തിയും പോയി പിടിച്ചു. അല്ല അലക്സാണ്ടർ ചേട്ടൻ്റെ അയ്യോ അലക്സാണ്ടർ ചേട്ടൻ എൻ്റെ തലക്കടിച്ച്. എന്താടാ നിനക്ക് വേണ്ടത്? കള്ള അലക്സാണ്ടറാണ് ഞാൻ. ഒന്ന് പോടാ ഗൈസ്. അപ്പോൾ അത് രാവിലെ ആയിട്ടുണ്ട്. രാവിലെ എനിക്ക് ഏറ്റവും ഇതെന്താടാ റെഡിക്ക് രാവിലെ പോലെ ഇവനെന്താ ഫോൺ എടുത്ത് കളിക്കണം. ഇവനെന്താ ബാക്കിൽ ഇത് വെച്ച് റിയലിസ്റ്റിക് മൈൻക്രാഫ്റ്റ് എന്നും പറഞ്ഞ് മൊബൈലൊക്കെ വെച്ച് നമ്മളെ പറ്റിക്കണം. ഇത് റെഡിക്കുള്ള വേൾഡൊന്നും അല്ലല്ലോ. പിന്നെ ഇങ്ങനെ ഇതിങ്ങനെ ഇതെന്താ സംഭവം? മരം കയറാൻ പറ്റുമോ? കയറ് വാസുവിൻ്റെ ഐഡൻറ്റിറ്റി മരം കയറ്റൽ വാസു എന്നാന്ന് തോന്നുന്നു. മരമൊക്കെ കയറുന്നുണ്ട് പുള്ളി. ഇത് മറ്റേ അണ്ടർഗ്രൗണ്ട് വേയല്ലേ. ഓ നമുക്ക് ഏതായാലും ഈ പുള്ളീനെ ഒന്ന് കൊന്നോക്കാം. ഈ പുള്ളീനെ കൊള്ളണ്ട. ഈ സാൻഡ്വിച്ച് വാങ്ങാൻ വന്നവരുടെ കയ്യിലൊക്കെ കാശുണ്ടാവും. ഓ അവൻ്റെ ഒരു ഒലക്കയിൽ എന്താ ചേച്ചി കാശില്ലേ? ക്രിറ്റോ ഓടുവണ്ടി പാട്ടവണ്ടി ആശിക്കുന്നതിൻ്റെ കരുണാമ. അതെന്താണത്? പാതിചന്ദ്രനോ? അതിലോട്ട് മകിപ്പോൾ എന്താണ്? ഓ നമ്മൾ വീണ്ടും അലക്സാണ്ടറിൻ്റെ പ്രതിമേൻ്റെ അടുത്തെത്തി. ഇതെന്താ നിലത്തൊക്കെ? മതിലിൻ്റെ മേലേക്ക് വലയിടുന്ന ആദ്യത്തെ സ്പൈഡർമാനായിരിക്കും ഞാൻ. എന്താ വലയിടാൻ പറ്റാത്തേ? എന്നാൽ ഒരു കാര്യം ചാടാം. ഞാൻ ഇതിൻ്റെ മേലെ വലയിട്ടിട്ട് ഏതായാലും പോകണുള്ളൂ. ഓ മൈ ഗോഡ് ഗായ്സ്, ഇതിൻ്റെ മേലെ വലയിടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അയ്യോ ചേട്ടൻ്റെ വല്ല കാശുണ്ടോ? സംശയം കൊണ്ട് ചോദിച്ചാ. ഈ ഡോക്ടർ സ്ട്രേഞ്ച് ഇയാളെ ഞാൻ മിക്കവാറും കൊല്ലും. ചേച്ചിയുടെ ഈ കാശുണ്ടോ? ഒന്ന് പോ ചേച്ചി. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ ഗണ്ണ് എടുക്കാം. ഈ ഗണ്ണിന് എന്താ പെർഫോമൻസ് നോക്കാം. എന്താ ചേച്ചി? ടാറ്റ ഹലോയോ? ചേച്ചി എന്താ ഹസ്ബൻഡിനോട് വിളിച്ച് സംസാരിക്കുകയാണോ? ചത്തു പാവം. ഹസ്ബൻഡ് പറയും എൻ്റെ മോളെ നിനക്ക് എന്താ പറ്റിയേ? ഓ 4 ഉണ്ട കൂടിയ ബാക്കി. ഓ 4:56 നല്ല ഉണ്ടിയാണ് പോലും. ആകെ 4 ഉണ്ട കൂടിയ ബാക്കിയുള്ളൂ. 56 ഫില്ലാവും. തീർന്നു. ഉണ്ട തീർന്നു. 0 ഉണ്ട. എന്നിട്ട് എങ്ങനെ? അയ്യോ ചേച്ചിയെ നമ്മൾ കൊന്ന. എന്നിപ്പോൾ ഈ ചേട്ടനെ കൂടി ഞാൻ കൊന്നേക്കാം. ചേട്ടൻ ഞാനങ്ങനെ വെറുതെ വിടുവോ? വേണ്ട, പാവം ജീവിച്ച് പൊക്കോട്ടേനെ. ഇങ്ങനെ ഫ്രീ ഫയർ ആയിട്ടാണ് ഞാൻ കളിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ ആരായനെ? പിന്നെ ഓഫായി. ഇതെന്താ ഇങ്ങനെ? ആരും പോകുന്നു ചെയ്യണ്ട. എനിക്ക് മടുത്ത്. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം മറന്നോണ്ട. ടാറ്റാ.